പെപ്സിക്കോയുടെ മുൻ ചെയർപേഴ്സണും സിഇഒയുമായ ഇന്ദ്രാ നൂയിയുടെ പുതിയ പ്രസ്താവന ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കഴിവുകളെ അംഗീകരിക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ വ്യവസ്ഥിതിയാണ് ലോകത്തെ ഏറ്റവും മുന്നിലെന്നും ഇന്ത്യയുൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ ആയിരുന്നുവെങ്കിൽ തനിക്ക് ഒരിക്കലും ഒരു ആഗോള കമ്പനിയുടെ തലപ്പത്തെത്തുവാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് ഇന്ദ്രാ നൂയി അവകാശപ്പെടുന്നത്. മുൻ US സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലീസ റൈസുമായി സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഹൂവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തിയ സംവാദത്തിലാണ് ഇന്ദ്രാ നൂയി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. പ്രതിഭകളെ മാത്രം മാനദണ്ഡമാക്കിയ അവസരങ്ങൾ നൽകുന്ന അമേരിക്കൻ രീതിയാണ് തന്നെ പോലൊരു സാധാരണക്കാരിയെ പെപ്സിക്കോ പോലൊരു ബഹുരാഷ്ട്ര കമ്പനിയുടെ തലപ്പത്ത് എത്തിച്ചതെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. കയ്യിൽ ഒന്നുമില്ലാതെ എത്തിയ ഒരു കുടിയേറ്റക്കാരിക്ക് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കമ്പനിയുടെ സിഇഒ ആകാൻ കഴിഞ്ഞത് ഈ നാടിന്റെ പ്രത്യേകത കൊണ്ടാണ്. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ മറ്റൊരു രാജ്യത്തും എനിക്ക് ഈ പദവിയിൽ എത്തുവാൻ സാധിക്കില്ലായിരുന്നു, ഇന്ദ്രാ നൂയി പറഞ്ഞു. അമേരിക്കൻ വ്യവസ്ഥിതി പൂർണ്ണമായും മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് അവർ അടിവരയിട്ട് പറയുന്നു. ഇവിടെയുള്ള മെന്റർമാർ അല്ലെങ്കിൽ വഴികാട്ടികൾ നമ്മൾ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നോക്കാറില്ലെന്നും മറിച്ച് ഏറ്റവും മികച്ച ബുദ്ധി കേന്ദ്രങ്ങളെയാണ് അവർ പ്രോത്സാഹിപ്പിക്കാറുള്ളതെന്നും ഇന്ദ്രാ നൂയി കൂട്ടിച്ചേർത്തു. സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ മാത്രമല്ല, അവയെ വിജയകരമായി വാണിജ്യവൽക്കരിക്കുന്നതിലും അമേരിക്കയാണ് മുന്നിലെന്നും അവർ നിരീക്ഷിച്ചു. എന്നാൽ ഇന്ദ്രാ നൂയിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇന്ത്യയിലെ പ്രമുഖ വനിതാ സിഇഒമാരുടെ പേരുകൾ ചൂണ്ടിക്കാണിച്ചാണ് പലരും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ദ്രാ നൂയിയോട് വലിയ ബഹുമാനമുണ്ടെങ്കിലും ഇന്ത്യയെ മെറിറ്റില്ലാത്ത രാജ്യമെന്ന് മുദ്രകുത്തിയത് അവരുടെ അറിവില്ലായ്മയോ മുൻവിധിയോ കൊണ്ടാകാമെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നു. ഇന്ത്യൻ കമ്പനികളിലെ നേതൃത്വപരമായ മാറ്റങ്ങളെയും വളർച്ചയെയും ഇന്ദ്രാ നൂയി വിസ്മരിക്കുകയാണെന്നാണ് വിമർശകരുടെ പക്ഷം. നിലവിൽ ആഗോള കമ്പനികളെ പോലും നയിക്കുന്നത് ഇന്ത്യൻ പ്രതിഭകളാണെന്നും മെറിറ്റിന് തന്നെയാണ് ഇന്ത്യയിലും പ്രാധാന്യമെന്നും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ വ്യക്തമാക്കുന്നു. ബയോകോണിക്കിന്റെ കിരൺ മജുംദാർ ഷാ, നൈക്കയുടെ ഫാൽഗുനി നായർ, HDFCയിലെ വിഭ പടാൽക്കർ തുടങ്ങിയവരുടെ വിജയഗാഥകൾ ഇതിന് ഉദാഹരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്ക നൽകിയ വലിയ അവസരങ്ങളെ മാനിക്കുമ്പോൾ തന്നെ ഇന്ത്യയെ പോലൊരു രാജ്യത്തെക്കുറിച്ച് ഇത്തരമൊരു സാമാന്യവൽക്കരണം നടത്തിയത് ശരിയായില്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. നിരവധി പ്രതിഭകളായ സ്ത്രീകൾ ഇന്ത്യയിൽ കോർപ്പറേറ്റ് ലോകത്തിന്റെ തലപ്പത്തുണ്ടെന്ന യാഥാർത്ഥ്യം ഇന്ദ്രാ നൂയി മറന്നുവെന്ന് സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തുന്നു. സംവാദത്തിനിടെ ഇന്ത്യയെയും ചൈനയെയും താരതമ്യം ചെയ്തുകൊണ്ടും ഇന്ദ്രാ നൂയി സംസാരിക്കുകയുണ്ടായി. ചൈനയിലെ ഏകാന്തതയും അവിടുത്തെ വ്യവസ്ഥാപിതമായ ചുറ്റുപാടും സന്ദർശകർക്ക് അത് കൂടുതൽ എളുപ്പമുള്ളതായി തോന്നുമെന്നും എന്നാൽ ഇന്ത്യയുടെ ഭംഗി നിലനിൽക്കുന്നത് അവിടുത്തെ ബഹളങ്ങളിലാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടു. വൃത്തിയുള്ളതും ക്രമാനുഗതവുമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. ബഹളങ്ങളെയും തിരക്കുകളെയും ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇന്ത്യ ആസ്വദിക്കാൻ കഴിയൂ. ചൈന സന്ദർശിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഇന്ത്യയിലെ യാത്രകളെന്ന് ഇന്ദ്രാ നൂയി പറഞ്ഞു.